കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന മനോഹറിനെ പഞ്ഞിക്കിടുന്നുണ്ട് കിരണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. അങ്ങനെ മനോഹറിന്റെ ഇത്രയും കാലത്തെ അഹങ്കാരത്തിന് ഒരു കനത്ത തിരിച്ചടി തന്നെ കൊടുക്കുന്നുണ്ട് കിരണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ മനോഹറിന്റെ നിഷയുടെ ആദ്യരാത്രി കഴിയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം മനോഹർ നിഷയോട് പറഞ്ഞതേ റെഡിയാകാൻ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നിഷ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാ. ഈ സമയം മനോഹർ മനസ്സിൽ പറഞ്ഞു അതെ സരിയോന് പറ്റിയ അമളി ഇവളിൽ എനിക്ക് പറ്റില്ല. ഇവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എത്രയും പെട്ടെന്ന് തന്റെ പേരിലേക്ക് എഴുതി മാറ്റണം. അതിനാദ്യം വേണ്ടി ഇവളെ സോപ്പിട്ട് നന്നായിട്ട് പതപ്പിക്കണം. ഇവൾക്ക് തന്നെയുള്ള ഒരു വിശ്വാസം വേണം. അതാണ് ആദ്യം വേണ്ടത്. അങ്ങനെ തീരുമാനിച്ചു. പിന്നീട് നിഷ ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. ഒരുങ്ങി വന്നു ഞാൻ പറഞ്ഞു മോളിനെ കാണാൻ ഇപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒന്ന് കണ്ടുപോലെ അല്ലെന്ന് പറയണം. പോ രോഹിയേട്ടാന്ന് പറയണം. ഇതായിട്ടും അവൻ പറഞ്ഞു ഇല്ലില്ല സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയണം. പിന്നീട് അവര് ബൈക്കിനെ പോണേ. അല്ല രോഹിയേട്ടാ ബൈക്ക് പോണോന്ന് ചോദിക്കണം. അതൊന്നും കുഴപ്പമില്ല. മോള് എന്നെ കെട്ടിപ്പിടിച്ച് പുറയിലിരുന്നാൽ മാത്രം മതി. കല്യാണം കഴിയുമ്പോഴേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകുന്നതന്നെയല്ലോ ത്രില്ലെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ. അല്ല നമ്മൾ ആദ്യം എങ്ങോട്ടാ പോണേ? നമുക്കാദ്യം കുറച്ചു നേരം എവിടെയെങ്കിലും പാർക്കിൽ അവിടെയെങ്കിലും പോയി സംസാരിച്ചൊക്കെ ഇരിക്കാം. അതിനുശേഷം പോരെ എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിക്കണം. പിന്നീട് മോള് പറയുന്ന പോലെ എവിടെ കറങ്ങണമെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നാണ്. ശരി. പിന്നെ അത് മാത്രമല്ല നാളെ എനിക്ക് പോണം തിരികെ. എങ്ങോട്ട്? അല്ല ഞാൻ പറഞ്ഞില്ലേ മാമന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ പോയിട്ടും കൂടെ വരുന്നേ. മോള് വിഷമിക്കണ്ടെന്ന് പറയാം. അത് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നേരെ കല്യാണി അടുത്തേക്ക് കിരൺ ചെന്നിട്ട് വെച്ചു അല്ല നാളെ നിനക്ക് പോണ്ടല്ലേ. അപ്പൊ നമുക്ക് ഷോപ്പിംഗ് നടത്തണ്ടേ? നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനല്ലേ നിൽക്കും. അതെ മേടിക്കാണ്ടെന്ന് പറയണം. എന്നാ ബാ നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്കാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഡ്രസ്സ് കാരണം കല്യാണിക്ക് ഡൽഹിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കല്യാണി പറഞ്ഞു അമ്മയുടെ അടുത്തും കൂടെ ഒന്ന് കയറായിരുന്നു പറയണം. അത് കുഴപ്പമില്ല നമുക്ക് തിരികെ വരുമ്പം കയറാം. അമ്മയോട് പോയി കാര്യങ്ങളൊക്കെ പറയണമല്ലോ. പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണ്ടേ. നമുക്ക് തിരികെ വന്നിട്ട് കയറാന്ന് പറയണവിടെ. ശരിയെന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മനോഹറും അവളും കൂടെ നിഷയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സരുവിന്റെ ഫോൺ കോൾ വരുന്നത്. നശിക്കാനായിട്ട് അവൾക്ക് ഈ സമയത്ത് മാത്രം വിളിക്കാനുള്ളോ. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ല എന്താ രോഹിയേട്ട എന്ത് പറ്റി ആരെ വിളിക്കണമെന്ന് നിൽക്കും. അല്ല അത് മോളെ ഞാൻ പറഞ്ഞില്ലേ നാളെ ചടങ്ങുണ്ടോന്ന്. അപ്പൊ എത്തുമോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമോന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ. കുറെ ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ. അവരോട് ഭയങ്കര ശല്യ. അവർക്കറിയില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല അറിയത്തുള്ളൂ. ഇനി ഇപ്പൊ ഞാൻ എടുത്താൽ ശരിയാവത്തില്ലെന്ന് പറയണം. അല്ല രോഹിയുടെ അടുത്ത് സംസാരിച്ചോ? വേണ്ട മോളൂ ഞാൻ പിന്നെ സംസാരിച്ചോളാം. ഇപ്പൊ വിളിച്ചാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞോണ്ട് ഇനി ഈ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. എന്താ രോഹിയുടെ സ്വിച്ച് ഓഫ് ചെയ്തേച്ചേ? നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്തെ ഈ ഫോൺ നമുക്കൊരു വല്ലാത്തൊരു ശല്യം വന്നേ. നേരെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല എന്നാണ്. ഇത് കേട്ടപ്പം നിഷ അതങ്ങോട്ട് വിശ്വസിച്ചു. പിന്നീട് നിഷ പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് രോഹിണിനെപ്പോൾ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം. ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പം ദാമ്പത്യ ജീവിതത്തിൽ അല്ലറ ചില്ലറ ഇണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ആ സമയത്തൊക്കെ രണ്ടുപേരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം നിഷ പറഞ്ഞു രോഹിയേട്ടൻ കൊള്ളാലെ സൂപ്പർ ആണല്ലോ. തത്വങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയും. തത്വങ്ങളൊന്നും പറയുന്നല്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പരസ്പരം ബഹുമാനം ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ. ദാമ്പത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീർക്കുമ്പളോ പോലെ എപ്പോൾ വെള്ളം പൊട്ടിപ്പാം. അപ്പൊ അത് നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യണമെന്ന് പറയാം. ഇതൊക്കെ കേട്ടപ്പം ഭയങ്കര സന്തോഷമായി നിഷയ്ക്ക്. എന്നാൽ എനിക്ക് കിട്ടേണ്ട ആളെ തന്നെ കിട്ടിയത്. ഇത്രയും നാളെ ഞാൻ കാത്തിരുന്ന് വെറുതെ ആയില്ല. എന്റെ കാത്തിരിപ്പ് രോഹിണിനെ പോലെ നല്ല സുന്ദരനും അതോടൊപ്പം തന്നെ സൽസ്വഭാവിയും നല്ല ബുദ്ധിമാനുമായ ഒരാളെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യം തന്നെയല്ലേ നിൽക്കും. അതെ മോളും എൻ്റെ ഭാഗ്യമെന്ന് പറയാണ്. പിന്നീട് അവരിങ്ങനെ ഓരോ കാര്യത്തിൽ സംസാരിച്ചിരിക്കുക. ഈ സമയം ചോദിച്ചു അല്ല മോള് അച്ഛൻ്റെ പേര് കുറെ സ്വത്തുക്കളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അതിപ്പോ ഇനി മോളുവിന്റെ ചേച്ചി വന്നു കഴിയുമ്പം അവൾക്ക് ഇനിയിപ്പോ അത് കൊടുക്കുമോന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് നിഷ പറഞ്ഞു അവള് വരാനാ. അവള് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയെന്ന് അവളെ ഓടിച്ചു വിട്ടു. അവൾക്ക് ഒരു തരി സ്വത്ത് പോലും കൊടുക്കാൻ പോകുന്നില്ല. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അച്ഛൻ അമ്മയോട് പറഞ്ഞ് അതല്ല എൻ്റെ പേരിലേക്ക് എഴുതി തരൂന്ന് പറഞ്ഞ്. പെട്ടെന്ന് മനോഹർ പറഞ്ഞു അല്ല മോളിന്റെ പേരിൽ എന്തിനാ സ്വത്ത് എഴുതിയിരിക്കുന്നത്? അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കുക. അത് വേണം. അതെ രോഹിണിനെ അറിയത്തില്ലാഞ്ഞിട്ടാ. ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വത്തും പണം കൊണ്ടാലും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ഒരു കാര്യം ചെയ്യാം ഇനി അതെല്ലാം വിറ്റേടെ. വിറ്റ് കിട്ടുന്ന പൈസ
മോള് ബാങ്കിലിട്ടരാ, അത് ഏറ്റവും നല്ലതെന്ന് പറയാം. അതാണ് പിന്നെ സേഫാ. നമുക്ക് പുറത്തു പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയ്ക്ക് പോയാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരികെ വരാൻ പോകുന്നില്ലോ. പിന്നെ എന്തിനാ ഇവിടെ നമ്മളിങ്ങനെ കുറെ സ്ഥലവും സ്വത്തുക്കളൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല. അത് നമ്മുടെ അക്കൗണ്ടിൽ ഇടുവാണെങ്കിൽ നമുക്ക് പലിശയൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലോ. അത് ശരിയാ രോഹിയേട്ടൻ പറഞ്ഞ കാര്യം. പക്ഷെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കാര്യം, അവരെ നമുക്ക് കൊണ്ടാവുന്നേ. ആദ്യം നമ്മളൊന്ന് പോയി സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നിഷയ്ക്ക് ഭയങ്കര സന്തോഷമായി. അല്ല മോളിന് വിശക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കും. ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയെന്ന് പറയാം. എന്നാ ബാ നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. പിന്നീട് ചോദിച്ചു, അല്ല മോളിന് എന്നെ കഴിക്കാൻ വേണ്ടിയെന്ന് ചോദിക്കാം. അതെ രോഹിയേട്ടന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കും അത് മതി എന്ന് പറയാണ്. അങ്ങനെ അവനെന്ത് ചെയ്യണം, ഓർഡർ ചെയ്യണം. അങ്ങനെ അവൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയം മെനു കാർഡൊക്കെ നോക്കി നിഷ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കിരണും കല്യാണിയും കൂടി വരുന്നത്. അപ്പോൾ കിരണും കല്യാണി കയറി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം കല്യാണിയോട് കിരൺ പറഞ്ഞു, അതെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോയെന്ന് ചോദിക്കാം. അതെ അന്നാ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. മനോഹർ ഇരിക്കുന്നത് കാണുന്നത്. മനോഹറിനെ കണ്ടതും പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു, കല്യാണി വെറുതെ മനോഹറാണല്ലോ ഇരിക്കണേന്ന് പറയണം. അല്ല ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടല്ലോ. അപ്പം മെനു കാർഡ് നോക്കിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മോഹം ശ്രദ്ധിച്ചില്ല കല്യാണി. അത് ശരിയാണല്ലോ. പെട്ടെന്നാണ് ആ മോഹം കണ്ട. അയ്യോ ഇത് നിഷയുടെ അല്ല ഇത് മേഘനയുടെ അനിയത്തി നിഷയല്ലേന്ന് ചോദിക്കാം. ഇതാണോ ആ പെൺകുട്ടി? അതെ അതെ ഇതാ മേഘനയുടെ അനിയത്തി നിഷ. ഞങ്ങൾ കല്യാണത്തിന് പോയതല്ലേ, ഇവളുടെ മുഖം കണ്ടല്ലേന്ന് ചോദിക്കും. ഓഹോ അപ്പൊ ഇവനാണല്ലേ ഇവളെ കല്യാണം കഴിച്ച. വെറുതെ അല്ല അന്ന് അവന് വടക്കേന്ത്യ സ്റ്റൈലിൽ വന്നേ. കേരളത്തിലുള്ള ചെറുക്കനാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുകയും ചെയ്തു വടക്കേന്ത്യ സ്റ്റൈലാണല്ലോ വന്നേന്ന്. ഓഹോ അപ്പൊ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇവൻ വേഷം മാറി വന്നല്ലേന്ന് പറയും. മനോഹർ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കൈയോടെ പിടിയുണ്ടെന്ന് ചോദിക്കുക. കല്യാണം ചോദിച്ചല്ല കിരണേട്ടൻ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം വാന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ലുവാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി മനോഹറിന്. എഴുന്നേറ്റ് പോണോ നിൽക്കണോ എന്നൊരു അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് നിഷ കല്യാണി കണ്ടു ചോദിച്ചു, ഓഹോ നീ ഇവിടെ വന്നോന്ന് ചോദിക്കും. കല്യാണി പറഞ്ഞു, വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അന്ന് കല്യാണത്തിന് വന്നെന്ന് പറഞ്ഞു, പക്ഷെ ഒന്ന് കാണാൻ പറ്റില്ല. അന്ന് തന്നെ രണ്ടെണ്ണം പറയണമെന്നുണ്ടായിരുന്നു. എന്റെ ചേച്ചിനെയും കൊണ്ട് വന്നല്ലേ ഇങ്ങോട്ട് കല്യാണം മുടക്കാനായിട്ട്. നാണമുണ്ടോ നിങ്ങൾക്ക് എന്റെ ചേച്ചിനെ കൊണ്ട് അങ്ങോട്ട് വരാനെന്ന് ചോദിക്കാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അതെ കല്യാണം മുടക്കാതിരുന്ന ഇപ്പം നല്ലതായെന്ന് എനിക്ക് തോന്നുക. അതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടിയെന്ന് ചോദിക്കും. ഈ സമയം നിഷ പറഞ്ഞു, അതെ എന്റെ ഭർത്താവിനെ കണ്ടോ, ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടെ. എന്റെ ചേച്ചിനെ പോലെ ഒന്നും അല്ല, എനിക്ക് നല്ലൊരു ജീവിതമായിട്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു പറയാം. പെട്ടെന്ന് കല്യാണി പറഞ്ഞു, അതെ അതെ അധികം വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് പോകുന്നു പറയാം. ഈ കല്യാണിയുടെ ഈ സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. മനോഹർ പെട്ടെന്ന് പറഞ്ഞു, അതെ ഞാനത് ബാത്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് മനോഹർ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ സമയത്ത് കിരൺ വെറുതെ വിടുവോ? കിരൺ ആ പുറകെ അങ്ങോട്ട് ചെല്ലുവാണ്. കിരൺ അങ്ങോട്ട് എന്നിട്ട് അവന്റെ കോളറിനെ കൂടെ കുത്തി പിടിച്ചു. സത്യം പറയടാ, നീ എങ്ങനെയാ ആ പെൺകുട്ടിനെ കറക്കിയെടുത്തേന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ ആലോചന ഇങ്ങോട്ട് വന്നാ അവളാണ് എന്നെ കറക്കിയെടുത്തതെന്ന് പറയാം. ദേ ഞാൻ അതിനകത്ത് ഉത്തരവാദിയാണെന്ന് പറയാം. പറഞ്ഞ തീരുവല്ല. മനോഹറിന്റെ കാരണം തീർത്ത് ഒറ്റ ഒരെണ്ണം പൊട്ടിക്കുകയാണ് കിരണ്. നാണമില്ലാത്തവനെ, നിന്റെ എത്രാമത്തെ ആടാ ഇത്? എല്ലാം നിന്റെ സഹിച്ചു, പക്ഷെ ഇതങ്ങനെ സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നിന്റെ ഈ കാര്യം എല്ലാവരോടും അറിയിച്ചിട്ടുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് മനോഹരൻ, അയ്യോ വേണ്ട ആരോടും ചെയ്ത് പറയില്ല, ചതിക്കരുതെന്ന് പറയണ. ചതിക്കരുതെന്നോ നിന്നെയോ? എടാ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായി പോലെ, ഇത്രയ്ക്ക് തരംതാണ് പോലെ. നിനക്ക് എവിടെയൊക്കെ ഭാര്യമാരുണ്ട്, അതിലെവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടാണെന്ന് ചോദിക്കും. അല്ല കിരണ അത് പിന്നെ ഞാൻ അതെ കിരണോ ഒരക്ഷരം പോലും മിണ്ടിപ്പോയക്കില്ല. നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കുക ചെയ്യണ്ടേ. ഇനി ഒരു പെണ്ണിന്റെ നേർക്ക് നീ കൈ വെക്കല്ല, അറിയാലോ നിന്റെ കൈ ഇപ്പൊ ഞാൻ തല്ലി ഓടിക്കാൻ പോവാന്ന് പറയാം. അയ്യോ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിട, ഇതിപ്പോ പ്രശ്നമാക്കല്. അറിയാലോ ഇത് പ്രശ്നമാക്കരുതെന്നോ. ഒരു പെണ്ണിനെയും കൂടെ ജീവൻ നശിച്ചിട്ടെ പിന്നെ അവളായത് കൊണ്ട് കുഴപ്പമില്ല, അവൾക്ക് ഇത് തന്നെ കിട്ടേണ്ടതാ. അവൾക്ക് നിന്നെ പോലുള്ള ഭർത്താവിനെ തന്നെ കിട്ടേണ്ടത്. അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ കനത്ത തിരിച്ചടി തന്നെയാന്ന് പറയാത്. കാരണം മേഘനേനെ അവള് അമ്മാതിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ട ഒരുത്തിന് തന്നെയാ. ഇപ്പൊ എനിക്ക് സന്തോഷമായി, ദൈവം മുകളിലാണെന്ന് ഇപ്പം മനസ്സിലായി. അല്ലെങ്കിൽ ഇതുപോലൊരു ഊരാക്കുടുക്കിലേക്ക് അവളെ കൊണ്ട് വലിച്ചിടുവോ? അവളുടെ അഹങ്കാരം ചില്ലറയൊന്നും അല്ലായിരുന്നു. അവളുടെ ചേച്ചിനെ അവളും അവളുടെ അമ്മയും കൂടെ കൂടി പടിയടിച്ച് പിണ്ടം വെച്ചാ അപ്പൊ അവർക്ക് കിട്ടേണ്ട ശിക്ഷ ഇത് തന്നെയാ. നിന്നെ പോലെ ഒരു മരുമാറി തന്നെയായിരുന്നു കിട്ടേണ്ടിയിരുന്ന് പറയാണ്. ഇത് കേട്ടതും മനോഹർ കാലേ വീഴുവാണ്. കിരണ്ടെ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്, എന്നെ ഒന്ന് വെറുതെ വേണം പ്ലീസ്. സരയോനോട് ഈ കാര്യം പറയുകയും ചെയ്യില്ലെന്ന് പറയണം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, പറയണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കല്യാണി എടുത്തേക്കുന്നുണ്ട്. വാ കല്യാണി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. കല്യാണി ചെല്ല ഫുഡ് കഴിക്കുന്നേ, ഇവിടെ നിന്ന് കഴിക്കാനുള്ള മൂഡ് പോയി. അവന്റെ തിരുമോന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാ. ഈ സമയം നിഷയ്ക്കൊന്നും മനസ്സിലായില്ല. ഈ സമയം മനോഹർ അങ്ങോട്ട് കയറി വന്ന്, എന്താ രോഹിയേട്ട എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ല. രോഹിയുടെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നും പറ്റിയില്ല.
എന്തോ വയറിന് നല്ല സുഖം തോന്നില്ല എന്ന് പറയണം. അദ്ദേഹം ബാത്റൂമിൽ പോയെന്ന് പറയാം. ചിലപ്പോൾ ഫുഡ് ഇന്നലെ കഴിച്ചൊന്നും പിടിച്ചു കാണത്തില്ല അല്ലേ എന്ന് ചോദിക്കണം. എന്താണെന്നറിയത്തില്ല, അതാ മോളൂ എന്ന് പറയണം. ഈ സമയം മനോഹർ മനസ്സിൽ പറയും, എൻ്റെ ഭഗവാനെ, ഇനിയിപ്പോൾ ആരെങ്കിലും വേറെ ആരെങ്കിലും വന്ന് കാണുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മനോഹർ ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.